കിട്ടി മക്കളെ. അവിടുന്ന് കിട്ടിയ വണ്ടി കണ്ടോ, ഒരു ടെമ്പോ ട്രാവലർ, ചെറിയൊരു പെട്ടോട്ടോറിക്ഷ പോലത്തെ സാധനം. നിങ്ങൾ ഈ പോകുന്ന വഴി നോക്കിയേ, ഈ റോഡിന്റെ ഒരു ഭംഗി, കിടു റോഡ്, ഒന്നും പറയില്ല. സ്വർഗം സ്വർഗം എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഈ സാധനം നിങ്ങൾ നോക്കിയ ഇടയിൽ കൂടെ പോകുന്ന ചെറിയ പുഴയും. बस भी है, चलती है लेकिन वो देर से जाती है, घंटे घंटे के बाद चलती है बस, घंटे घंटे के. നമ്മുടെ ഫസ്റ്റ് വണ്ടി. നമ്മൾ ഇവിടുന്ന് സോനമാർഗ് വരെ ലിഫ്റ്റ് അടിച്ചിട്ട് പോകാനാണ്. അതായത് ഇപ്പോൾ നമ്മൾ കാശ്മീരിലുള്ളത്. ഇവിടുന്ന് നമ്മൾ ലഡാക്കിലേക്ക് ക്രോസ് ചെയ്യണം. അതിന് ജില്ലാ പാസ്സാണ് നമുക്ക് ക്രോസ് ആവണ്ടേ. എന്താ നമുക്ക് ഫസ്റ്റ് ലിഫ്റ്റ് കിട്ടി. ഹായ് സർ, सब कहाँ से? मैं जम्मू से. दिल्ली? जम्मू सर, जम्मू. हाँ जी. मैं केरला से आया. केरला से? हाँ, पूरा इंडिया पैदल से जा रहा है. ओहो, कहाँ जा रहे हो? अब अमरनाथ. अच्छा, अमरनाथ यात्रा को. ओके ओके ओके. ഈ പുള്ളി കൊച്ചിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ. अब कोची आया? हाँ, कोची में सर्विस करता था ना उधर, नेवी में. नेवी में? हाँ, आप नेवी में? हाँ, ओके ओके ओके. नेवी कोची नेवल बेस. हाँ, नेवल बेस कोची. हाँ, कितना साल उधर है सर? मैं था 3 ईयर. 3 years. मेरे फ्रेंड्स भी उधर बहुत हैं. मेरे फ्रेंड्स भी हैं उधर. फ्रेंड्स है उधर? हाँ हाँ हाँ, मैं गया उधर एक टाइम. आई विजिटेड नेवल ऑफिस. नेवल ऑफिस में मेरी एविएशन ही थी. गरुड़ा है ना उधर, गरुड़ा. आई थिंक सो. INS गरुड़ा. आई डोंट नो मच. वहीं पे जॉब था मेरा. हाँ, ओके. സോ 70 കിലോമീറ്ററുള്ള ബേസ് ക്യാമ്പായ ബാൾട്ടാളിലേക്ക് നമ്മൾ പോകുന്നത്. 10 കിലോമീറ്റർ നമുക്ക് കൺഗൺ വരെ വണ്ടി കിട്ടി ഒരു ലിഫ്റ്റ് അടിച്ചിട്ട്. ഇനി അടുത്ത വണ്ടി നമുക്ക് പിടിക്കണം. പിടിച്ചിരിക്കും. आप कहाँ से? आप कहाँ से? इधर है छतरपुर बाला. छतरपुर बाबा. छतरपुर बाला. बाला ऋषि. हो. इधर क्या हम कहाँ के आया? PHE वालों के पास जाना, नलका वाला जो है उनके पास जाना, दफ्तर में. हाँ, दफ्तर में. जी हाँ, दफ्तर. ओके. बस नहीं है ना इधर? हैं जी? बस भी है, चलती है लेकिन वो देर से जाती है, घंटे घंटे के बाद चलती है बस. घंटे घंटे के. മണിക്കൂറുകളുടെ ഇടയിൽ വണ്ടി കിട്ടുള്ളൂ. ഈ പുള്ളി നടന്നു പോകുമ്പോൾ നമ്മൾ സംസാരിക്കാൻ വന്നാ. मैं पैदल से जा रहा है. पैदल? हाँ, पूरा इंडिया. आपको कहाँ जाना है? आप इधर बाल्टाल. अच्छा. बाल्टाल जा रहा है. നമുക്ക് അടുത്തത് കിട്ടിയിട്ടുള്ളത് ഒരു ലോറിയാണ്. നോക്കിയ സെറ്റപ്പ്. ഇതിൽ 2 പിള്ളേരിക്കുന്നുണ്ട്. एंजल हक. मोहम्मद असलम. किधर जाना है? हम आए जम्मू से. किधर जा रहे हैं? सोनमर्ग. हाँ, നമ്മൾ സോനമാർഗാണ്. ട്രെയിൻ ബസ് ലോറി ഉദ്ധർ जा रहा है കേട്ടോ. നമ്മളും അതുവരെയാണ്. നമുക്ക് അത്യാവശ്യം ദൂരത്തേക്കാണ് വണ്ടി കിട്ടിയിട്ടുള്ളത്. പുള്ളിയാണ് നമ്മുടെ ഡ്രൈവർ. किधर जा रहा है? ले जा रहा है पूरा ले. ഓ സൂപ്പർ. പുള്ളി ലേ വരെ പോകുന്നുണ്ട്. നമ്മളും ലേയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴല്ല, നമ്മൾ കുറേ സ്പ്ലിറ്റ് ചെയ്തിട്ട് പോണേ. ഇത്രയും ദൂരമൊക്കെ വണ്ടി കിട്ടി അടിപൊളിയായിരുന്നു അല്ലേ. നിങ്ങൾ ഈ പോകുന്ന വഴി നോക്കിയേ, ഈ റോഡിന്റെ ഒരു ഭംഗി, കിടു റോഡ്, ഒന്നും പറയില്ല. അത് ടാറല്ല, അത് കോൺക്രീറ്റ് പോലത്തെ റോഡുകളാ. ആ മലനിരകൾ മൊത്തം ഇവിടുന്ന് നോക്കി അങ്ങനെ കാണാൻ പറ്റും. അടിപൊളി റോഡ് മക്കളെ. Let's go. ഇപ്പൊ വന്ന റോഡേ അല്ലത്. മൊത്തത്തിൽ പച്ച കളറും മേഘവും നീല കളറും. ഇവിടെ മൊത്തം പച്ചപ്പ് നിറഞ്ഞ് ഭംഗിയുള്ള മലനിരകള്. ഇതെല്ലാം കാണണമെങ്കിൽ നിങ്ങൾ മഞ്ഞില്ലാത്ത സമയം തന്നെ വരണം കേട്ടോ. നമ്മൾ സോനമാർഗ് ടണൽ ക്രോസ് ചെയ്തതും പിന്നെ സ്ഥലത്തിന്റെ ഭംഗി മൊത്തത്തിൽ മാറി. നോക്കിയ മലനിരകളുടെ വ്യൂവേ മാറി എന്നുള്ള ഭയങ്കര ഭംഗി. ഇതാണ് കറക്റ്റ് ലഡാക്കിലേക്ക് വന്നു. ആൻഡ് ഇവിടെ നമ്മുടെ ചിത്രത്തിൽ കാണുന്ന പോലെ ഉണ്ടല്ലോ, പല പച്ചപ്പാ, ഫുൾ പച്ചപ്പ്. കിടിലം വ്യൂ, അതും ലോറിയില്.
നമുക്ക് ആ ലോറി കിട്ടിയിട്ട് സോനമാർഗ് വില്ലേജ് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. എൻ്റെ ചുറ്റും നോക്കിയേ, സ്വർഗം എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഈ സാധനം നിങ്ങൾ നോക്കിയാൽ ഇടയിൽ കൂടെ പോകുന്ന ചെറിയ പുഴയും പോണ ഭംഗി നോക്കിയാൽ ഫുൾ പച്ചപ്പ് എന്ന് വെച്ചാൽ അതിന് ഈ സമ്മർ തന്നെ വരാം, നിറയെ പച്ചപ്പ്. ഓ ഒന്നും പറയരുത്, ആദ്യത്തെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാവും എനിക്ക് ഇത്ര എക്സൈറ്റ്മെന്റ്. കിഡു വ്യൂ, ഈ ദൂരേക്കൊക്കെ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. മൊത്തം നോക്കിയല്ലേ നമ്മൾ പിക്ചറിൽ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. പണ്ടത്തെ വിൻഡോസിന്റെ വാൾപേപ്പർ പോലെയൊക്കെയുള്ള പല സ്ഥലങ്ങളും അവിടെ കാണുന്നത്, അതും പല കളറിൽ. ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ലിഫ്റ്റ് കിട്ടുന്നതാണ്. അതായത് വണ്ടികൾ നിർത്തുന്നത് വളരെ കുറവാണ്, കാരണം ഏരിയ അങ്ങനത്തെയാണ്, വേറെ ആരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സുമോകളാ, അതിലാണ് നല്ല പൈസ കൊടുക്കേണ്ടി വരും. വെയിറ്റ് ചെയ്ത് നോക്കാല്ലേ, നല്ല വെയിൽ. പക്ഷെ നല്ല രസമാണ്, നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചാൽ നിൽക്കുന്നത്. കിട്ടി മക്കളെ, അവിടുന്ന് കിട്ടിയ വണ്ടി കിട്ടുമോ? ഒരു ടെമ്പോ ട്രാവലർ, ചെറിയൊരു പെട്ടോട്ടോറിക്ഷ പോലത്തെ സാധനം. ഓ നമ്മൾ പിന്നെ എങ്ങനെയും പോവും, നമുക്ക് പിന്നെ എങ്ങനെയും പോകാൻ പറ്റില്ലോ. സമയം ഉച്ചയായിട്ടുള്ളൂ, നമുക്ക് ഇനി ഒരുപാട് സമയമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്താണെങ്കിൽ ഇവിടുന്ന് 15 കിലോമീറ്റർ ആണ് സൊജില്ല പാസ്. എന്താമ്മേ, അപ്പോൾ സൊജില്ല പാസ് എന്ന് പറഞ്ഞാൽ 3500 മീറ്റർ എബോവ് സീ ലെവലാണ്. അപ്പോൾ അതുകൂടിയും കണ്ടിട്ട് നമുക്ക് ബാൾട്ടാണിൽ പോയിട്ട് സ്റ്റേ ചെയ്യാം. എന്നിട്ട് നാളെ നമുക്ക് അമർനാഥ് യാത്ര നടത്താം. സോ ബാൾട്ടാണാണ് അതിൻ്റെ ബേസ് ഏരിയ വരുന്നത്. നോക്കിയേ പുറത്തെ ഭംഗി നോക്കിയേ, എനിക്കിത് പറഞ്ഞ് മതിയാവുന്നില്ല, അത്രയും രസമാണ് ഈ പച്ചപ്പ് കാണുമ്പോൾ. സൊജില്ല പാസ് 11,000 ഫീറ്റിലും 3500 മീറ്റർ ഹൈറ്റാണ് സൊജില്ല പാസ്. അത് 0 പോയിന്റ് എന്നൊക്കെ അതിന് പറയാം. അതാണ് ഒരു ലഡാക്ക് കശ്മീർ ബോർഡർ ഈ ഏരിയ. ഇതിന് പെർഫെക്റ്റ് ഒരു ബൗണ്ടറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല. ആൻഡ് അത് കാണിച്ചു തരാം. ഷിറ്റ്, കാര്യങ്ങളിൽ ചെറിയൊരു മാറ്റം. ഇവന്മാരെന്ത് ചെയ്തു, നേരെ ഹൈവേ വിട്ടിട്ട് താഴത്തൂടെ നേരെ ബാൾട്ടാൾ പോകാനുള്ള പ്ലാനായി. അയ്യേ, സൊജില്ല ഇനി അവിടുത്തെ കുറച്ചുകൂടി കിലോമീറ്റർ പോകണമായിരുന്നു. ഓ ഷിറ്റ്, ഇനി അത് 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കൽ നടക്കുള്ളൂ. അമർനാഥ് യാത്ര കഴിഞ്ഞിട്ട് അത് എടുക്കൽ നടക്കുള്ളൂ. കാരണം കണ്ടു, ഹൈവേ വിട്ടിട്ട് ഇവന്മാർ പോകുന്നേ. പക്ഷെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടു വഴി. ഞാൻ ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലുള്ള ഓരോ സാധനം കണ്ടു. ഒരു സൈഡ് കൂടെ പുഴ പോകുന്നുണ്ട്, ചെറിയൊരു അരുവി പോലെ. അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ അമർനാഥിന്റെ ബേസ് ക്യാമ്പിൽ ഇപ്പോൾ പോവാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ബാൾട്ടാൾ പോയിട്ട് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടിടാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും, കുംഭമേള പോലെ അത്രയും ടെൻ്റ് അടിച്ചിട്ടാണ് ബേസ് ക്യാമ്പ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളെല്ലാം. ഇനി അവിടെ പോയിട്ട് നോക്കാം. അവിടെ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്. ലെറ്റ്സ് സീ. നമ്മളങ്ങനെ ബാൾട്ടാലിൻ്റെ ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം കുറച്ച് റിസ്ക് ഏരിയ. ഇതാ അത്രയും നിങ്ങൾക്ക് കാണാറ്, അത്രയും ഹട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ബസ്സിനുള്ള പാർക്കിങ്ങും എല്ലാം ചെയ്തിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. ഇനി ബാക്കി രജിസ്ട്രേഷൻ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് വേണം. ഒരുപാട് ഏക്കർ, ഒരു 10 ഏക്കർ സ്ഥലത്താണ് ഇവർ ചെയ്തത്. നമ്മൾ കുംഭമേള പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.